ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നമ്മുടെ ജനലക്കരികിലൊക്കെ ഒരുപാട് ചളി പിടിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എത്ര വൃത്തിയാക്കി മാറാലൊക്കെ തട്ടി കൊടുത്താലും ഈ ഒരു ഇതുപോലെ വൃത്തികേടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനാലിൻ്റെ ഇതുപോലെയുള്ള ഈ ഗ്രിൽസിലൊക്കെ നല്ല ചളി കാണാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ പോക്കിയെടുക്കാനുള്ള ഒരു ടിപ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ. കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ കയ്യിലുള്ളത് ഹെർബൽ പേസ്റ്റ് ആണ്, അപ്പൊ ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാനിത് ജാലന്റെ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് പൊടിയായാലും മതി കേട്ടോ, സോപ്പ് പൊടി ഏതായാലും മതി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കൈ വെച്ച് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ടൂത്ത് ബ്രഷ് ആണ്. അവിടെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ആ ഇവിടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ഇവിടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഒരുപാടൊന്നും ആക്കണ്ട. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കറൊക്കെ നന്നായി പോവും. കണ്ടോ, ആ ഒരു ചളിയൊക്കെ നല്ലോണം പോകുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, പെയിന്റ് ഒന്നും പോവില്ല, നല്ല വൃത്തിയാവും നമ്മുടെ ജനലിൻ്റെ ആ അരികൊക്കെ. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വന്ന് കാണുമ്പോൾ ഒരു ബോറാണല്ലോ. അപ്പോൾ അത് കണ്ടോ, നല്ലോണം ചളി ഇളകുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചതൊന്ന് തുടച്ചു കൊടുത്തു നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇനി ഞാനിത് കോട്ടൻ്റെ ഒരു തുണി വെച്ച് ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് ഈ ഒരു ഭാഗവും വെച്ച് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കണ്ടോ. അത്രയും നല്ല ക്ലിയർ ആവും കേട്ടോ. ഇതൊക്കെ പെയിന്റിന്റെ ആ ഒരു ഡോട്ടാണ്. ബാക്കിയൊക്കെ നല്ലൊരു നിറം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രിൽസൊക്കെ നമുക്ക് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തേച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി. ഇതുണ്ടോ. ഇനി ഇതൊന്ന് വെച്ച് തുടച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു വൃത്തി ശരിക്കും കാണും. ഇതിപ്പോൾ ബ്ലാക്ക് പെയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റാത്തത്. ഈ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, വേണ്ട ഈ ഒരു കളറും വ്യത്യാസം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ തീർച്ചയായും വൃത്തിയാക്കുമ്പോൾ ഈ ഒരു ടിപ്പ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാകും.